പക്ഷെ എനിക്ക് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് കൊതിയാണ് ചെയ്യാൻ. മമ്മൂക്കയോട് സംസാരിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്തു. അഭിനേത്രിയാണ്, ഡാൻസറാണ്, പാട്ടുപാടും, പിന്നെ എഴുത്തുകാരിയാണ്, യാത്രകൾ ചെയ്യും. അപ്പോൾ ഡ്രീംസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്രയും സക്സസ്ഫുൾ ആവാൻ പറ്റും. അതായത് ചേർത്തലയിൽ ഒരു പ്രോപ്പർ നെയിൽ സലൂൺ ഇല്ല. ആ പേര് എല്ലാത്തിനും ആപ്റ്റാണ്. നെയിൽ ഡിറ്റ് എന്നുള്ളൊരു സക്സസിൻ്റെ ഒരു ഇതാണല്ലോ നെയിൽ ഡിറ്റ് എന്ന് പറയുന്നത്. ഞാൻ പഠിത്തവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുകൊണ്ടിരുന്ന അച്ഛൻ ആ സക്സസ്, അച്ഛന് വലിയ, അതായത് ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരേ സമയം എന്നെ ഭയങ്കരമായി എൻകറേജ് ചെയ്യുകയും ചില സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ. വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. കാരണം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. മൂകാംബികയിൽ നമ്മൾ പോകണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചാൽ പോകാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണ്. നമ്മൾ മലയാളികളല്ലാത്ത ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. എന്തൊക്കെ ചെയ്താലും ആ ദീപ്തി IPS വിട്ടു പോവില്ല. ഇനി ഒരു ബുക്ക് എഴുതണം എന്നോ അങ്ങനെയുള്ള പ്ലാനിങ്ങിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ചെയ്തൊരു പ്രോസസ്സ് അല്ലായിരുന്നു അച്ചപ്പങ്ക. 21 വർഷമായി ഈ ഒരു മീഡിയ ഫീൽഡിൽ ക്യാമറനെ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 20 ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഒപ്പം നിന്നുള്ളത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് ഗായത്രി അരുൺ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അതിനൊരു ക്രിസ്മസ് ആശംസകൾ. ഒപ്പം തന്നെ കളങ്കാവൽ വളരെയധികം സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ വിശേഷം അല്ലേ? അതെ അതെ. ഓക്കെ, ഇപ്പൊ എന്താണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ? കാരണം ഇത്രയും സക്സസ് ആയിട്ടൊരു സിനിമ പോവാൻ മമ്മൂക്കയുടെ ഒപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യാൻ സാധിക്കുക. തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസങ്ങളാണ് ഇപ്പം. ഒരുപാട് അപ്രീസിയേഷൻ വരുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ആ ക്യാരക്ടറിനെ ആളുകളെ നോട്ടീസ് ചെയ്തു. അതിൻ്റെ ഒരുപാട് റീൽസ് വരുന്നു. ആദ്യത്തെ സ്നീക്ക് പീക്ക് നമ്മുടെ ആ ഒരു സീൻ പുറത്ത് വരുന്നു. അത് തന്നെ ഒരുപാട് പേര് കോപ്പി ചെയ്ത് റീലാക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പൊ പ്രൊമോഷന്റെ ഒരു തിരക്കില്ലാന്ന് തോന്നല്ലേ? നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം പ്രൊമോഷനും ഒരു യാത്ര ഉണ്ടായിരുന്നു. വേറൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കായിരുന്നു. ഓക്കെ, മമ്മൂക്കയുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ 2ാമത്തെ സിനിമയാണല്ലോ ഒപ്പം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സക്സസിന് ശേഷം മമ്മൂക്കയോട് സംസാരിച്ചിരുന്നോ? മമ്മൂക്കയോട് സംസാരിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്തു. ജോർജേട്ടനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മമ്മൂക്കയും ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് അറിഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നെയിലിറ്റാണ്, ആടയാണ് നമ്മൾ സംരംഭത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഒരു ബലമായിട്ടുള്ളത്. അപ്പോൾ നെയിലിറ്റ്, ആട, ഈ രണ്ടിന്റെ ആരംഭത്തെ കുറിച്ചൊന്നും. നെയിലിറ്റിനേക്കാൾ മുമ്പ് ആരംഭിച്ചതാണ് ആക്ച്വലി ആട. അതായത് കോവിഡ് സമയത്താണ് ആട ആരംഭിക്കുന്നത്. അതൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറായിട്ട് തന്നെ എൻ്റെ സിസ്റ്റർലോയും ഞാനും കൂടെ ചേർന്നിട്ട്, അഞ്ജന എന്നാണ് സിസ്റ്റർലോയുടെ പേര്, അരുണിൻ്റെ സിസ്റ്റർ. അപ്പം അഞ്ജന ഓൺലൈൻ ഇതുപോലെ കുറച്ച് നാളുകളായിട്ട് പുള്ളിക്കാരി ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ എൻ്റെയും കൂടെ ഒരു അസോസിയേഷനിൽ നമുക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കോവിഡ് സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാരിയും കുർത്തി മെറ്റീരിയൽസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനും നല്ലൊരു റീച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയമായതുകൊണ്ട് നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അതെ, നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, യാത്രകളും എല്ലാം. അപ്പം അങ്ങനെ ഗ്രാജുവലി അത് പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്തു. ഞാനും വേറെ പല കാര്യങ്ങളിൽ തിരക്കിലും ഒക്കെ ആയിപ്പോയി. അപ്പം അന്ന് അത് നിർത്തി. അതിനുശേഷം ആണ് നെയിലിറ്റിലേക്ക് വരുന്നത്. നെയിലിറ്റ് വളരെ കുറച്ച് നാളുകൾ, ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ നെയിലിറ്റ് ആരംഭിച്ചിട്ട്. പക്ഷെ അതൊരു സക്സസ് ആയി. ഫാമിലി സലൂൺ എന്നുള്ളൊരു ഫസ്റ്റ് എവിടെ നിന്നാ തോട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലി സലൂൺ? ഫാമിലി സലൂൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇതൊരു നെയിൽ ആർട്ട്, ആദ്യത്തെ തോട്ട് അതായിരുന്നു. അതായത് ചേർത്തലയിൽ ഒരു പ്രോപ്പർ നെയിൽ സലൂൺ ഇല്ല. നമുക്ക് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പം ചേർത്തല ടു കൊച്ചി ട്രാവൽ, ഈ ഹൈവേ വൈഡനിങ് ഒക്കെ വന്നപ്പം ബുദ്ധിമുട്ടായപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു ചേർത്തലയിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ കസിൻസ് ചോദിച്ചു, എന്നാൽ ചേച്ചിക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ നല്ലൊരു തോട്ടാണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ബിസിനസ്, ഞാൻ എപ്പോഴും പറയായിരുന്നു ഞാൻ ബിസിനസ്സിന് പറ്റുന്ന ആളേ അല്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സും പേഷ്യൻസും ഒക്കെ കാണുമ്പോൾ, ആളുകളെ മാനേജ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും ഇത് തനിക്ക് മാത്രമേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാറ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിൽ ഒരിക്കലും പോയിട്ടില്ല. പക്ഷേ ഈ ഒരു തോട്ട് ഹസ്ബൻഡുമായിട്ട് പറഞ്ഞപ്പം ആൾ പെട്ടെന്ന് കയറി അങ്ങ് പിടിച്ചു. ആൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം ഉണ്ട്, നമുക്ക് അങ്ങനെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ബിൽഡിങ് വന്നിട്ട് നോക്കി. അപ്പം അന്ന് ഈ ബിൽഡിങ്ങിൽ വളരെ കുറച്ച് ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ്. അന്ന് വേറെ ഒരു താഴെ ഒരു സ്കിന്നിൻ്റെ ഒരു ക്ലിനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഷോപ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായി ഇഷ്ടമായി. പാർക്കിംഗ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, പാർക്കിംഗ് ഉണ്ട്, പിന്നെ ഹൈവേന്ന് അടുത്താണ്, ടൗണിൽ നിന്ന്, അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സെൻറ്ററാണ്, ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടും നല്ലൊരു ബിൽഡിങ്. അങ്ങനെയാണ് പെട്ടെന്നാണ് ഈ ഒരു ഐഡിയ ഡെവലപ്പ് ആവുന്നതും. എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്നൊരു പേര് നെയിലിറ്റ് എന്നുള്ളതാണ്. അത് നെയിൽ സലൂൺ എന്നുള്ള നെയിൽ സ്റ്റുഡിയോ എന്ന് മാത്രമല്ല, ആ പേര് എല്ലാത്തിനും ആപ്റ്റാണ്. നെയിൽഡിറ്റ് എന്നുള്ളൊരു സക്സസിൻ്റെ ഒരു ഇതാണല്ലോ നെയിൽഡിറ്റ് എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെയാണ് ആ പേരിലേക്ക് വരുന്നതും. പക്ഷെ പിന്നീട് അത് നെയിൽ സ്റ്റുഡിയോ മാത്രമായിട്ട് വേണ്ട, ഈ സ്പേസ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്കൊരു ഫേഷ്യൽ റൂമും അങ്ങനെയൊക്കെ തുടങ്ങാം, ഹെയറിനും സെക്ഷൻസ്. പക്ഷെ പിന്നെയാണ് ഗ്രാജുവലി കസ്റ്റമേഴ്സിൻ്റെ ഒരു നീഡ് അനുസരിച്ചാണ് ഇതൊരു ഫാമിലി സലൂൺ എന്നുള്ള. പിന്നെ നമ്മൾ ആദ്യത്തെ ഏരിയയിൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഏരിയ ആദ്യം ഉണ്ടായിരുന്നില്ല, എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. പക്ഷെ അന്ന് എടുത്തപ്പോൾ തന്നെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പേസും കൂടെ അന്ന് ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ വിത്തിൻ 1 year നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊരു ഫാമിലി സലൂണാണ്. ഈ സംരംഭം തുടങ്ങുമ്പോൾ ഹസ്ബൻഡ് തന്നെ ആയിരുന്നോ ഏറ്റവും വലിയ സപ്പോർട്ട്? അതെ തീർച്ചയായിട്ടും. കാരണം ആൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് ചെയ്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്. ആൾക്ക് എന്ത് ബിസിനസ് ആണ്? ആള് ബിൽഡിംഗ്, ടൈൽ, സാനിറ്ററി, അതെ ഇത് റൂഫിംഗ്, ചേർത്തല തന്നെയാണ്. ആദ്യം കൊച്ചിയിലായിരുന്നു, ഇപ്പൊ ചേർത്തലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ സപ്പോർട്ട് വളരെ. ഈ സെലിബ്രിറ്റീസ് എല്ലാവരും ആക്ച്വലി കൊച്ചിയിലാണ് ഒരു സലൂണോ അല്ലെങ്കിൽ ഒരു സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചേർത്തല തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സക്സസ് ആവുമോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ ആളുകൾ, അങ്ങനെ ഒരു ഇത്? എനിക്കങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് നെയിൽ മാത്രമായിട്ട് തുടങ്ങാതിരുന്നതിന്റെ റീസണും അതുകൊണ്ടാണ്. കാരണം നെയിൽ മാത്രമായിട്ട്, കാരണം ചേർത്തലയിൽ എത്രത്തോളം ആൾക്കാർ നെയിൽസ് മാത്രം അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ സലൂൺ സർവീസസിൽ, ഇപ്പോൾ മറ്റ് സലൂൺസിലൊക്കെ ഉള്ള തിരക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ നാടാണ്. കാരണം എനിക്ക് ഇവിടുത്തെ ആളുകളെ അറിയാം, ആളുകളുടെ പൾസ് അറിയാം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കറിയാം ആളുകൾ അവരുടെ ടേസ്റ്റ് എന്താണ്, ഏത് റേഞ്ച് വരെ ആളുകൾക്ക് അഫോർഡബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമ്മളിവിടെ വന്നപ്പോൾ ഒരു പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു സലൂണാണ്. പക്ഷെ ഞാൻ ആ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ റേറ്റ് എല്ലാം ഭയങ്കര റീസണബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ആളുകൾ അറിഞ്ഞ് തന്നെ സെറ്റ് ചെയ്ത ഒരു ആണ്. ഞാൻ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെയൊക്കെ പ്രൈസിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കി, പിന്നെ ഈ മാർക്കറ്റ് നോക്കി, അങ്ങനെ കുറച്ച് സ്റ്റഡി ചെയ്തിട്ട്. കാരണം നമുക്കിപ്പം നമ്മുടെ സലൂൺ പ്രീമിയം കാറ്റഗറി തന്നെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സും അതുപോലെ തന്നെയാണ്. അതായത് കൊച്ചിയിലെ പ്രീമിയം സലൂൺസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മളിവിടെ സർവീസസിന് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ പക്ഷെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫേഷ്യലിന് കൊച്ചിയിലെ ഒരു സലൂണിൽ ചാർജ് ചെയ്യുന്നതിൻ്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രോഫിറ്റബിൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ ആളുകൾ എന്നാലേ ഇവിടെ കുറച്ച് ആളുകളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആളുകൾ പിന്നും നമുക്ക് റിട്ടൈൻ ചെയ്ത് വരുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു പ്രൈസിങ് ഇട്ടിരിക്കുന്നത്. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ തുടങ്ങിയാണ് ഞാൻ വിളിക്കാൻ തുടങ്ങിയത് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. പല കാരണങ്ങളുണ്ട്, ഇപ്പോൾ തിരക്കുണ്ട്, പിന്നെ നമുക്ക് ഡേറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ മാറ്റിയേക്കേണ്ടി വന്നു. ഓരോ തവണ ഞാൻ വിളിക്കുമ്പോഴും വളരെയധികം സൗമ്യമായി സംസാരിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ്. എത്ര തവണ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിലും ഏത് തിരക്കിലാണെങ്കിലും ഒന്നില്ലെങ്കിൽ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും. അതുപോലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര എന്താ പറയുക, പൊളൈറ്റ് ആയിട്ട് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രൂവിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഞാൻ എപ്പോഴും ഇവരോട് ഇടയ്ക്ക് ഒരു മീറ്റിങ്ങിൽ ഞാൻ എപ്പോഴും റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമേഴ്സാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സർവീസ് എന്ന് പറയുന്നത് ത്രെഡിങ് ആണ്. ഒരു 50 rupees ത്രെഡിങ്ങിന് വരികയാണെങ്കിൽ, ആണോ, ഒരു 20,000 rupees സർവീസിന് വരുന്ന ആളാണെങ്കിലും നമ്മൾ അവരെ ഒരേപോലെ വേണം ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് ഞാൻ എപ്പോഴും ഇവരോട് റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ കൂടുതൽ ആളുകളും കുറച്ച് റിലാക്സ് ചെയ്യാനും ഒരു മീ ടൈമിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പാമ്പറിങ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പാമ്പറിങ് കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അത് ഇവർക്ക് ഇവിടെ കിട്ടണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തീം തന്നെ ചൂസ് ചെയ്യുന്നത്. എനിക്ക് പൊതുവേ ഈ ഭയങ്കര ഡാർക്ക് തീമിലുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ
എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തോന്നും. എനിക്ക് അവിടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല. അപ്പൊ എനിക്കിവിടെ റിലാക്സ് ആയിട്ട് എനിക്കിവിടെ വരുമ്പോൾ ഈവൻ കുഞ്ഞുങ്ങൾ വരെ നമ്മളിവിടെ ഹെയർ കട്ടിന് കുട്ടികൾ വരും. അപ്പൊ അവര് പറയും വേറെ എവിടെ കൊണ്ടുപോയാലും ഇരിക്കാത്ത കുട്ടികളാണ് എന്ന് പറയും. മേ ബി ഇവിടുത്തെ ഒരു കളർ തീമും ആംബിയൻസ് ഒക്കെ കൊണ്ടായിരിക്കും. അപ്പൊ ഈവൻ സ്റ്റാഫിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണ്, കസ്റ്റമേഴ്സ് എപ്പോഴും ഇവിടെ വരുന്നവരെ ഹാപ്പി ആയിട്ട് വേണം, പല ടെൻഷൻസിൽ വരുന്നവരായിരിക്കും, ഒരു ഇവിടുന്ന് പോകുമ്പോൾ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് വേണം പോവാൻ. ഇപ്പൊ എന്താ ക്രിസ്മസ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്താ റണ്ണിങ് ആയിട്ട്? ക്രിസ്മസ് ഓഫേഴ്സ് ഉണ്ട്, നമുക്ക് കുറച്ചധികം ഓഫേഴ്സ് ഉണ്ട്. ഹെയർ കട്ടിനാണെങ്കിലും ഹൈഡ്രാ ഫേഷ്യൽസിനും ഒക്കെ നമ്മൾ ഡിസ്കൗണ്ട് ഓഫേഴ്സും ഉണ്ട്. പ്ലസ് 1+1 ഫ്രീ ഓഫേഴ്സ് ഉണ്ട്. പ്ലസ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ റൺ ചെയ്തിരുന്നു. അതിനകത്ത് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു 1000 റുപ്പീസിന്റെ 3 പേർക്ക് 1000 റുപ്പീസിന്റെ ഫ്രീ സർവീസ്. സ്പെഷ്യൽ ഓഫറാണ് ക്രിസ്മസിനോടനുബന്ധിച്ച്. ചേർത്തലക്കാർക്ക് മാത്രമല്ല എവിടെ നിന്നുള്ളവർക്കും വന്ന് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്, ഹരിപ്പാട്, ഈവൻ ആലപ്പുഴ അപ്പുറത്തുനിന്നൊക്കെ നമ്മുടെ സലൂണിൽ വരുന്ന ആൾക്കാരുണ്ട്. ആടയിലൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ആടയിൽ ഇപ്പൊ ആക്ച്വലി ആട തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. കാരണം നമ്മൾ ആകെ 5-6 സാരീസ് നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല ആടയിൽ വളരെ അഫോർഡബിൾ, ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ അത് കുറച്ചൊരു സെലിബ്രിറ്റീസിന് അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണോ എന്നുള്ള ചോദിച്ചിരുന്നു. അങ്ങനെയല്ല. കാരണം എനിക്കിപ്പം ഞാൻ എപ്പോഴും ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴാട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ആക്സസറീസ് ആണെങ്കിലും ഞാൻ എപ്പോഴും അതിൻ്റെ പ്രൈസിങ് മാത്രമല്ല നോക്കുക. എനിക്ക് സ്യൂട്ടബിൾ ആണോ, എനിക്ക് എന്താ പറയുക ഭംഗി ഉണ്ടാവുമോ, കംഫർട്ടബിൾ ആണോ, അതൊക്കെയാണ് ഞാൻ നോക്കുക. അപ്പം സാരീസ് ചൂസ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഞാൻ വളരെ ഭയങ്കര പ്രീമിയം റേഞ്ചിലെ സാരീസ് അങ്ങനെ ചൂസ് ചെയ്യാറില്ല. എല്ലാ കോസ്റ്റ്യൂംസും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത കളക്ഷൻസ് ഹാൻഡ് പിക്ഡ് ആണ്. അപ്പോൾ അതിൽ തന്നെ അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ് ഇപ്പം എല്ലാം ഇറക്കിയിരിക്കുന്നത്. അതിൽ ഓഫറിൻ്റെ ആവശ്യമില്ല, അത്രയും റീസണബിൾ ആയിട്ടുള്ള. ഇപ്പം നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ അഫോർഡബിൾ റേറ്റിലുള്ളതാണ് നമ്മൾ. കാരണം പ്യുവർ ഹാൻഡ്ലൂം സിൽക്ക് സാരീസ് വന്നിട്ടില്ല. അപ്പം അതാണ് കുറച്ച് പ്രൈസിലേക്ക് വരുന്ന സാരീസ്. അപ്പോൾ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വന്നപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേരിട്ട് പോയിട്ട് പിക്ക് ചെയ്ത് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളൊരു എഫേർട്ട് അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണോ? നമ്മൾ കാരണം ഇപ്പൊ ഇതിനകത്ത് ഗ്രാം, അതിൻ്റെ സിൽക്കിന്റെ ക്വാളിറ്റി, ജെറിയുടെ ക്വാളിറ്റി, ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നും ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അത് ഹാൻഡ്ലൂമിലേക്ക് വരുമ്പോൾ ഹാൻഡ്ലൂം, പവർലൂം, അതിനകത്ത് ക്വാളിറ്റി ഡിഫറൻസ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സ്റ്റഡി ചെയ്യാനുണ്ട്. പിന്നെ എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഈ ഇവരുടെ ഡയറക്ട്ലി ഇത് വീവീന്നടുത്ത് പോയി കാണണം, വീവേഴ്സിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കോയമ്പത്തൂര് വീവേഴ്സിന്റെ ചെട്ടിനാട് സ്റ്റൈലുള്ള ഒരു സാരി ലേറ്റസ്റ്റ് ഒരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പോയി നേരിട്ട് പർച്ചേസ് ചെയ്തതാണ്. അതെല്ലാം ഫസ്റ്റ് കളക്ഷൻ എല്ലാം നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇടയ്ക്ക് 1-2 നമ്മൾ ഓൺലൈൻ അല്ലാതെ ഹോൾസെയിൽ മാനുഫാക്ചേഴ്സിന്റെ അടുത്തും ഡയറക്ട്ലി ഓൺലൈനും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അടുത്തൊരു യാത്ര പ്ലാൻ ചെയ്യാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പുസ്തകം അച്ചപ്പൻ കഥകൾക്ക് ശേഷം യാത്രയ്ക്കപ്പുറം എന്നുള്ളൊരു പുസ്തകം. ഈ എഴുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകാഗ്രതയോടെ ഇരുന്ന് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യം ഒപ്പിയെടുത്ത് എഴുതുന്നൊരു പ്രോസസ്സാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സാധിക്കുന്നത് ഈ എഴുത്തിന് സമയം കണ്ടെത്തുക എന്നുള്ളത്? അച്ചപ്പൻ കഥകൾ അത് ഓർഗാനിക്കലി സംഭവിച്ചതാണ്. കാരണം അതിനെ ഒരു ബുക്ക് എഴുതണം എന്നോ അങ്ങനെയുള്ള പ്ലാനിങ്ങിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ചെയ്തൊരു പ്രോസസ്സ് അല്ലായിരുന്നു അച്ചപ്പൻ കഥകൾ. അത് അച്ഛനുമായിട്ടുള്ള കുറേ, വായിച്ചവർക്ക് അറിയാം, അച്ഛനുമായിട്ടുള്ള കുറേ ഓർമ്മകളും അച്ഛൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്തൊന്നാണ് അച്ചപ്പൻ കഥകൾ. അത് ബുക്കാക്കിയത് അച്ഛൻ്റെ മരണശേഷം അത് ബുക്കാക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. പിന്നെ കുറച്ചുകൂടെ കഥകൾ ആഡ് ഓൺ ചെയ്തത്. യാത്രയ്ക്കപ്പുറം അങ്ങനെയല്ല, ഒരു ടൈം പീരീഡ് തന്നിട്ട് ഇത്ര നാൾക്കുള്ളിൽ അത് എഴുതി കൊടുക്കണം എന്നുള്ളൊരു നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് എഫേർട്ട് ഉണ്ടായിരുന്നു. കാരണം വെറുതെ ഒരു നറേഷൻ മാത്രമായി പോരുത് എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ ഇന്ന പ്രത്യേകതകളുണ്ടെന്നും ഹിസ്റ്റോറിക്കലി ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ കുറച്ച് റെഫറൻസ് കൂടെ വേണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ച, അവിടെ മോളുടെ അടുത്തുനിന്നൊക്കെ മാറി നിന്ന്, പിന്നെ എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പേസ് ഉണ്ട്, ഒരു ദംഭര എന്ന് പറഞ്ഞിട്ട്, അവിടെ പോയി നിന്നിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മാറി നിന്ന് കുറച്ച് എഫേർട്ട് എടുത്ത് എഴുതിയതാണ് യാത്രയ്ക്കപ്പുറം.
അപ്പോൾ ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമൊക്കെ എന്താണ്? ഇപ്പോഴും അതിന്റെ അടുത്ത എഡിഷൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് വായിച്ചിട്ട് ആദ്യത്തെ പുസ്തകം ലാലേട്ടനാണല്ലേ പ്രകാശനം ചെയ്തത്? ഓക്കെ, ലാലേട്ടനാണ്. ഓക്കെ. ഇനി ഒരു അടുത്ത പുസ്തകത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയോ? DC ഇങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ അച്ചപ്പൻ കഥകളുടെ അടുത്ത എഡിഷൻ DC തന്നെ ഇറക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് 2 കഥകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനി അടുത്ത പുസ്തകത്തെ പറ്റി ആലോചിക്കണം. ഇപ്പൊ അഭിനയ ജീവിതത്തിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ 20 വർഷമായി ഈ ഫീൽഡിലേക്ക് എത്തി. 13 വർഷം. 2006 ആങ്കറിംഗിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് 2021 വർഷം, 2004 വർഷമായി ഈ ഒരു മീഡിയ ഫീൽഡിൽ ക്യാമറനെ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേനും ആങ്കറായി വരുന്നു, മിനി സ്ക്രീനിൽ അവസരം ലഭിക്കുന്നു, സിനിമയിലേക്ക് എത്തുന്നു, മമ്മൂക്കയുടെ അഭിനയിക്കുന്നു. പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഈ ഒരു ജേർണി ഒരു ഈസി ആയിട്ട് തോന്നും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ഒരു എഫേർട്ട്, കാരണം എനിക്ക് തോന്നുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കി അഭിനയിക്കുമായിരുന്നു. അപ്പം അച്ഛനാണ് പറയുന്നത് അവൾ ചിലപ്പോൾ സിനിമയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് വളർന്ന് വലുതായി ഇന്നൊരു നായികയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ജേർണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം, ഒരു ഷോട്ടിലെങ്കിലും അഭിനയിക്കണം. അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു ഷോട്ടിൽ ഒരു സീനിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നവർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ജേർണി എളുപ്പമായിരുന്നു, അതായത് എൻട്രി എളുപ്പമായിരുന്നു. എനിക്ക് അതിന് പിന്നിൽ ഹാർഡ് വർക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സെൽഫായിട്ട് ഏൺ ചെയ്ത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ്. അപ്പോൾ എനിക്ക് ഓരോ സാറ്റർഡേയും ഫ്രൈഡേ വീട്ടിൽ വന്ന് സാറ്റർഡേ ഏർലി മോർണിംഗ് ട്രിവാൻഡ്രത്ത് പോയി അവിടെ ആ ഒരു 3-4 എപ്പിസോഡ്സ്, ആ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അന്നത്തേക്ക് നമ്മുടെ ഇന്നത്തെ ചാനൽ പ്രോഗ്രാംസ് പോലെ അല്ല, വളരെ ടഫായിട്ടുള്ള സ്ക്രിപ്റ്റായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് മുഴുവൻ കാണാതെ പഠിച്ച് അതിൻ്റെ പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ആ സ്ക്രിപ്റ്റ് പഠിക്കൽ എനിക്ക് പൊതുവെ ബൈഹാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് അതിന് തെറ്റിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെ ചീത്തയൊക്കെ കുറേ കേട്ട് അങ്ങനെയൊക്കെ പിന്നെ രാത്രി തിരിച്ച് ട്രാവൽ ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സത്യം പറഞ്ഞാൽ ആ ഒരു ഏജിന്, അതായത് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ചില്ലി, ഇന്നത്തെ ഒരു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ചില്ലി എന്ന് നടക്കുന്ന ഒരു ഏജിൽ ഞാൻ പഠിത്തവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് ആങ്കർ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജേർണി കുറച്ച് അത്ര ഈസിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് അതൊന്നും അത്ര ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്തു, ഹാർഡ് വർക്ക് ചെയ്തു, ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭാഗമായിട്ട് നടത്തിയൊരു ജേർണിയാണ്. അപ്പൊ അന്ന് അത്രയും അങ്ങനെ ബുദ്ധിമുട്ടിയ അത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഒപ്പം അന്ന് വന്നുകൊണ്ടിരുന്നൊക്കെ എന്നെ രാവിലെ വിളിച്ചുണർത്തി. ഞാൻ അച്ഛനോട് വഴക്കിടുമായിരുന്നു. 6 മണിക്ക് ട്രെയിനിന് അച്ഛൻ 5 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞ് നിർബന്ധിക്കും. അപ്പം അന്നൊക്കെ നമുക്ക് ഉറക്കമാണ് ഏറ്റവും അല്ലേ, അഭിപ്രായമല്ല, എപ്പോഴും നമുക്ക് രാവിലെ എണീക്കുന്നതൊക്കെ ഭയങ്കര മടിയാണ്. അപ്പൊ അതൊക്കെ എന്നെ വിളിച്ചുണർത്തി അന്ന് കൊണ്ടുപോയി. അങ്ങനെ അവരെയും തീർച്ചയായിട്ടും അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അച്ഛൻ ആ സക്സസ് കണ്ടിട്ട് തന്നെയാണ് അല്ലേ, അച്ഛന് വലിയ, അതായത് ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരേ സമയം എന്നെ ഭയങ്കരമായി എൻകറേജ് ചെയ്യുകയും ചില സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ. എൻ്റെ കൂടെ ഷൂട്ട്സ് ആ സമയത്ത് എനിക്കൊരു ചെറിയ ഓഫറൊക്കെ വന്നപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുമുണ്ട്. അതേസമയം കോളേജ് കട്ട് ചെയ്ത് അങ്ങനെ പോകുന്നതിന് വഴക്ക് വിട്ടിട്ടുണ്ട്. അപ്പം 2 രീതിയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും എന്നോട് അവർ പറയുന്ന രീതിയിൽ പോകണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛൻ അന്നും എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അന്ന് ആ സമയത്ത് സർവോപരി പാലാക്കാരൻ, ഓർമ്മ, തൃശ്ശൂർ പൂരം, പക്ഷെ അതിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഭയങ്കര റെലവൻസ് ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നത് 1 ആണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ഭയങ്കരമായി വെയിറ്റ് ചെയ്തൊരു മൂവിയാണ് 1. എന്നിറങ്ങും. കാരണം കോവിഡ് ആയതുകൊണ്ട് കുറച്ച് റിലീസ് ലേറ്റ് ആയി പോയിരുന്നു. പക്ഷെ അച്ഛൻ ആ സിനിമ കാണാൻ പറ്റിയില്ല. ഞാൻ കളങ്കാവിൽ ഇറങ്ങിയപ്പോഴും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഇതിപ്പം സന്തോഷിക്കുക അച്ഛനായിരിക്കും. അതൊരു വേദനയായിട്ടും ഉണ്ട്. പക്ഷെ അച്ഛനിരുന്ന് കാണുന്നുണ്ടായിരിക്കും എവിടെയായാലും അല്ലേ. ഓക്കെ. അപ്പോൾ അന്ന് അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇന്ന് മകളും ഭർത്താവും അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഈ ഒരു യാത്ര നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തുടരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ കാണുമ്പോഴായാലും ഹസ്ബൻഡ് ആയാലും മോളായാലും ഫ്രണ്ട്സ് പോലെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ശരിക്കും ആ ലാസ്റ്റ് ആ ഒരു ടാറ്റു അടിച്ചതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ
ശരിക്കും രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എക്സൈറ്റ്മെന്റ് ഒക്കെ കണ്ടത്. അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റോൾ എന്താണ് ഈ ഒരു ജേർണിയിൽ? വളരെ വലുതാണ്. കാരണം ഞാൻ പറഞ്ഞു, നെയിലിട്ട് തുടങ്ങാനാണെങ്കിലും പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഒരു വിവാഹിതയായിട്ടുള്ള മാരീഡായിട്ടുള്ള ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആണ്, സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഒരു സമാധാനത്തോടു കൂടി ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രീമിന് പുറകെ പോകാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ അവിടെ നിന്നൊരു പ്രഷറോ ടെൻഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നമ്മുടെ ഭൂരിഭാഗം സമയവും നമ്മുടെ എഫേർട്ടും ഇപ്പുറത്ത് കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതുണ്ട്. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അമ്മ എപ്പോഴും കൂടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാത്ത ഒരു മോളുള്ളത് കൊണ്ടാണ് എനിക്ക് അവളുടെ ചെറുപ്പകാലം മൂലം എനിക്ക് എൻ്റെ ഡ്രീമിന് പുറകെ പോകാൻ പറ്റിയത്. ഓക്കെ, നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ തന്നെ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരാളാണെന്ന് പറയുമ്പോൾ ഇവരായാലും സംസാരിച്ച ആദ്യം വരും ദീപ്തിന്റെ കാര്യം ചോദിക്കണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു സംസാരിച്ചത്. അതെന്റെ കസിൻസ് കഴിഞ്ഞ ദിവസം എന്റെ കസിൻസ് ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയപ്പോൾ പറഞ്ഞു, എന്തൊക്കെ ചെയ്താലും ആ ദീപ്തി IPS വിട്ടു പോവില്ല. ഞാനിപ്പോ വീട്ടിൽ അമ്മയോട് അമ്മ ദീപ്തി IPS ഇല്ല അങ്ങനെ പറയുമ്പോഴാണ് അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോ സിനിമയിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോള് മമ്മൂക്കയുടെ ഒപ്പം ഒക്കെ ചെയ്തതിനു ശേഷം വീണ്ടും മിനിസ്ക്രീനിലേക്ക് മൂകാംബിക ദേവിയായിട്ട് കൂടി എത്തുവാണ് ആ സൂര്യ TV-യിലൂടെ അല്ലേ? അപ്പൊ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശരിക്കും ഒരു ദേവിയുടെ ഒരു ചൈതന്യവും ഒരു പ്രസൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റോളിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുത്തത്? മൂകാംബികയെ സീരിയൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള റീസൺ തന്നെ അതാണ്. കാരണം വലിയൊരു ഭക്തയാണ് ഞാനും. അപ്പം മൂകാംബികയിൽ നമ്മൾ പോകണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചാൽ പോകാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പം അവിടെ തന്നെ ഷൂട്ട്, അമ്പലത്തിനകത്ത് തന്നെയാണ് ഷൂട്ട്. അതിന് പെർമിഷനൊക്കെ എടുത്തിട്ട് നമുക്ക് എപ്പോൾ വേണേലും കയറി തൊഴാം. അവിടുത്തെ ഒരാളായി മൂകാംബികയിൽ. അപ്പം അതൊക്കെ ഒരു വസ്ത്രത്തിൽ തന്നെ നിൽക്കുമ്പോൾ ജനങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ തീർച്ചയായിട്ടും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും. നമ്മൾ മലയാളികളല്ലാത്ത ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, വന്ന് തൊട്ടൊക്കെ തൊഴുതിട്ടൊക്കെ പോകുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊരു ആ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് അത്. അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു അവിടെ. ഇപ്പം പ്രതിഷ്ഠയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാതെ മറ്റ് പല കാര്യങ്ങളുണ്ട് അവിടെ. അപ്പം അതൊക്കെ അറിയാൻ ശ്രമിച്ചു. അതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിച്ചു. പലരിൽ നിന്നൊക്കെ അത് വായിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കോസ്റ്റ്യൂംസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഞാൻ എല്ലാത്തിനും എനിക്ക് വെറുതെ ഒരു റെന്റഡ് കോസ്റ്റ്യൂം പോരാ, അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിനാണെങ്കിലും മേക്ക് ഓവർ ആ പെർഫെക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ചലോ LOC എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു യാത്ര നടത്തിയായിരുന്നു ലൈൻ ഓഫ് കൺട്രോളിലേക്ക്. ചില പഹൽഗാമിന്റെ ആ ഒരു അറ്റാക്കിന്റെ ഒരു ഇതായിട്ട് അപ്പോൾ 26 ബുള്ളറ്റിലാണ് യാത്ര നടത്തിയത്. അങ്ങനെ ഒരു യാത്രയെ കുറിച്ചുള്ള ഒരു ആരംഭം എവിടെയായിരുന്നു? അത് ഡോക്ടർ R. രാമാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഋതംഭരയുടെ സെക്രട്ടറിയാണ്. ഒപ്പം കത്തനാർ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സ്കോളറാണ്. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഈ അറ്റാക്കിന് ശേഷം പലരും ഗവൺമെൻറ്റിനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറഞ്ഞ് ഇരുന്ന സമയത്ത് ഇദ്ദേഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ആൻ ഇന്ത്യൻ, നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യാം ഇതിനോട്. കാരണം കശ്മീരിലെ എല്ലാ വളരെ എന്താ പറയുക, നമ്മൾ പറയും ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയും. അതിന് കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞങ്ങൾ അവിടെ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയധികം ടൂറിസ്റ്റുകളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, ഇത്രയധികം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആളുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി വളരെ വളരെ സ്വീറ്റായിട്ടാണ്. നമുക്ക് തോന്നും ഇതിങ്ങനെ ഒരു ഭീകരത നിറഞ്ഞൊരു സ്ഥലമാണോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കാശ്മീർ. അവിടെയാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി വീണ്ടും ആളുകൾ അങ്ങോട്ട് പോകാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഒരു തോക്കിന് മുമ്പിലും ഒരു ഭാരതീയനും പേടിക്കില്ല, ഒരു ബുള്ളറ്റുകൾക്കും നമ്മുടെ ദേശസ്നേഹത്തെ കെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമായിട്ട് പോയൊരു യാത്രയാണ്. 26 ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഒപ്പം അതിൻ്റെ കൂടെ ഒരു കാറും കൂടെ അക്കമ്പനി ചെയ്തിരുന്നു. അങ്ങനെ 53 പേരാണ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. 14 ദിവസം കൊണ്ടാണ്. അതിലെൻ്റെ ഹസ്ബൻഡും അതിനകത്തൊരു പാർട്ടായിരുന്നു. അദ്ദേഹം അതിന് മുമ്പും ലഡാക്ക് വരെ കേരള ടു ലഡാക്ക് ബുള്ളറ്റ് ട്രിപ്പ് പോയ ഒരാളാണ്. അപ്പം അങ്ങനെ അതിനകത്ത് കുറച്ച് റൈഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ 3-4 പേരാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ, അതായത് ഒരു റൈഡേഴ്സ് അല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക്
യാത്ര ഇങ്ങനെ റൈഡ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എങ്കിലും അവർ പ്ലാൻ ചെയ്ത ആ 14 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ എത്തുകയും, ഞാനവിടെ ശ്രീനഗറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് LOCയിലേക്കുള്ള യാത്ര കുറച്ച് റിസ്കി ആയിരുന്നു. ആദ്യം പെർമിഷൻ കിട്ടിയില്ല. ടീത്വാളിലേക്കാണ് നമ്മൾ പോയത്. ആദ്യം കുപ്വാരെ ചെന്നിട്ട് അവിടുന്ന് പെർമിഷൻ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഗവൺമെൻറ് പെർമിഷൻ കിട്ടിയില്ല. പക്ഷെ നമ്മൾ കളക്ടറെ നേരിട്ട് കണ്ട്, അവർ ലേഡിയായിരുന്നു, അവരോട് നമ്മൾ കാര്യം പറഞ്ഞു. അപ്പം അതുവരെ അവർ വേറെ ഒരു പുറത്തുനിന്നുള്ള, ആ നാട്ടിലുള്ള ആളുകളല്ലാതെ പുറത്തുനിന്ന് ആൾക്കാരെ ആരെയും അങ്ങോട്ടേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മുടെ മിഷൻ്റെ ഭാഗം, നമ്മുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇതായിരിക്കാം ഒരു രണ്ടാമത്തെ ഒരു റീസ്റ്റാർട്ട് പോലെ, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ വീണ്ടും ടൂറിസം അവിടെ ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എത്തുന്നത്. അപ്പം അത് നിങ്ങളിലൂടെ ആവട്ടെ ആ തുടക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ എന്താ പറയുക, ഫോഴ്സിനെയൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടാണ് ഞങ്ങൾ ടീത്വാൾ വരെ പോകുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ യാത്രകളിൽ, ഈ ഒരു യാത്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിലോ ഒരു മൊമെന്റ് ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇതായിരിക്കും? ഈ യാത്രയിലുണ്ട്. ഈ യാത്രയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ ടീത്വാളിൽ എത്തിയ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, അത് ഇവിടുന്നേ പോയ ആളുകൾക്ക് ചിലപ്പോൾ അതിലും വലുതായിരിക്കും. പക്ഷെ ഞാൻ ഇടയ്ക്കിന്ന് ജോയിൻ ചെയ്തതായിട്ട് പോലും എനിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണ്. നമ്മൾ ഇവിടുന്ന് ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ വന്ദേ മാതരം ഒക്കെ പറയുമ്പോൾ അപ്പുറത്തുനിന്ന് നമുക്ക് പാകിസ്ഥാന്റെ ജയ് വിളി കേൾക്കാം. നമ്മളിവിടുന്ന് പറയുമ്പോൾ അല്ലേ, നമ്മളിവിടുന്ന് വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടുന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് അവർ കേട്ടിട്ട് അവിടുന്ന് അത്ര ക്ലോസ് ആണ് പാകിസ്ഥാൻ. ഞങ്ങൾ പറയും ബുള്ളറ്റോ അല്ലെങ്കിൽ വെടിയുണ്ടൊന്നും വേണ്ട, തോക്കൊന്നും വേണ്ട, ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ മേത്ത് കൊള്ളും, അത്ര ക്ലോസ് ആണ്. അപ്പം അത്രയും റിസ്ക് എടുത്താണ് നമ്മളവിടെ പോയതൊക്കെ, അവിടുത്തെ ആ ഫോഴ്സ് അത്രയും റിസ്ക് എടുത്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ അത് കുറേ പേര് അതിന് എഗെയിൻസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടിരുന്നു, നിങ്ങൾ ഇത്രയും പേര് പോയിട്ട് എന്താണ് നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്നുള്ളത്. പക്ഷേ അവിടുത്തെ ഫോഴ്സിൻ്റെ, നമ്മൾ പട്ടാള ക്യാമ്പിലാണ് നമ്മൾ താമസിച്ചതൊക്കെ. അതായത് അവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും ക്യാമ്പാണ്, അവിടെ ആർമിയുടെ ക്യാമ്പുണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ പട്ടാളക്കാർ നമ്മളോട് അതിൻ്റെ തലേദിവസം രാത്രി പറഞ്ഞത്, നിങ്ങളുടെ ഈ വരവ് നമ്മുടെ സ്പിരിറ്റിനെ ഭയങ്കരമായി കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഗായത്രി അരുൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എല്ലാ വീഡിയോസിൻ്റെ താഴെ വരുന്ന ഒരു കമൻറ്റാണ്, അന്ന് നമ്മൾ തുടക്കത്തിൽ എങ്ങനെ കണ്ടു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ശരിയാണല്ലോ ഇത് പ്രായമാവുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ പറയായിരുന്നു, എന്ത് ഭംഗിയാ കാണാമെന്ന്. സത്യമായിട്ടും എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്? യോഗ, എക്സസൈസ് ഉണ്ട്. എക്സസൈസ് അങ്ങനെ റെഗുലർ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്നും ജനറ്റിക്കലി അമ്മയും അങ്ങനെ ഭയങ്കര ഏജ് തോന്നാത്ത ഒരാളാണ് അമ്മ. മേ ബി അതാ ജനറ്റിക്കലി. അങ്ങനെയൊന്നും ചോദിക്കാറുന്നില്ല. ആള് ഇങ്ങനെയൊക്കെ കമന്റ് വരുമ്പം കളിയാക്കുക ചെയ്യാം. ഫുഡിലൊന്നും അങ്ങനെ, ഫുഡ് ഞാൻ എല്ലാം കഴിക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബോഡിയാണ് നമ്മുടെ ടൂൾ. അപ്പൊ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കഴിച്ചാലും നമ്മൾ അത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ അതനുസരിച്ച് ഒരു ചെറിയ കൺട്രോൾ ചെയ്യും. അപ്പൊ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഇവര് പറയും, മാം ഇവിടെ തുടങ്ങിയിട്ട് ഒന്നും ചെയ്യൂല എന്ന് പറയും. ഇവിടെ അപ്പം പുതിയ ഫേഷ്യൽസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇവരെ കൊണ്ടാ ചെയ്യിക്കുക. അപ്പൊ എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഞാൻ അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളും അല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ കെയറിങ് തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ. ഒരാളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, നമ്മളുടെ ആ ഒരു മിഠായി കഥയിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ, അനിയനെ കുറിച്ചിട്ട്. അച്ചു ഗോപികൃഷ്ണൻ എന്നാണ് അവന്റെ പേര്. അവൻ ദുബായിലാണ്. വൈഫിന്റെ പേര് ഹരികീർത്തന. കാത്തും അച്ചു രണ്ടുപേരും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ദുബായിൽ. അവനൊരു താങ്ക്സ് കേട്ടോ ചോദിച്ചതിന്. കാരണം അവന്റെ ഭയങ്കര കംപ്ലൈന്റ്, താൻ എന്നെ കുറിച്ച് മാത്രമേ അല്ലേ. ഇപ്പൊ ഇതോടുകൂടി പരാതി കഴിഞ്ഞു. ഓക്കെ. നമ്മള് ഗായത്രി അരുൺ എന്നുള്ള ഒരു പ്രൊഫൈൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഇൻട്രോയിൽ ഞാൻ നമ്മുടെ ഗസ്റ്റ് ഗായത്രി അരുൺ ആണെന്ന് പറഞ്ഞു നിർത്തിയത്. കാരണം ഞാൻ ആ ഇൻട്രോയിൽ എന്തൊക്കെ ഒരു ഡെസിഗ്നേഷനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നീളും നന്നായിട്ട്. കാരണം അഭിനേത്രിയാണ്, ഡാൻസറാണ്, പാട്ടുപാടും, പിന്നെ എഴുത്തുകാരിയാണ്, യാത്രകൾ ചെയ്യും. അപ്പോൾ ഡ്രീംസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്രയും സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ ഇനിയും ഡ്രീംസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്യൂച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ എപ്പോഴും ഉള്ളൊരു ഡ്രീം, വളരെ ചെറുപ്പം മുതലേ. അപ്പോൾ അത്
അത് ഫുൾഫിൽ ചെയ്തില്ലേന്ന് ചോദിച്ചാൽ ചെയ്തു. പക്ഷെ എനിക്ക് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് കൊതിയാണ് ചെയ്യാൻ. അതിൻ്റെയൊക്കെ ചെറിയൊരു ശതമാനമെങ്കിലും നമുക്ക് ഈ ലൈഫിൽ അഭിനയിക്കാൻ പറ്റണം എന്നുള്ളത് ഭയങ്കര, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കാൻ ഭയങ്കര കൊതിയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇപ്പം ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കണം, മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ ഇതിൻ്റെ ബ്രാഞ്ചസ് തുടങ്ങണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ആടയിൽ ഫോക്കസ് ചെയ്യണം. ആടയ്ക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആട ഓൺലൈൻ സ്റ്റോറാണിപ്പം, അപ്പോൾ അതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റോർ തുടങ്ങണം എന്നും ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് മോളുടെ ഒരു ജേർണി വളരെ സന്തോഷത്തോടു കൂടി നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലും നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം, അവളെ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് ഇതിനോടൊപ്പം തന്നെ. അല്ലെങ്കിൽ അത് പ്രയോറിറ്റിയാണ്, ഇതൊക്കെ സെക്കൻഡറി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രിസ്മസ് ഓർമ്മ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണല്ലോ. ക്രിസ്മസ് ഓർമ്മ, അയ്യോ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ട്രീ ഉണ്ടാക്കുമായിരുന്നു. അതായത് ക്രിസ്മസ് ട്രീ ഇതുപോലെ അന്ന് ട്രീ ഒന്നും റെഡിമെയ്ഡ് ഒന്നും വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. സ്റ്റാർ എല്ലാ വർഷവും അച്ഛൻ മേടിച്ച് സ്റ്റാർ തൂക്കുമായിരുന്നു. പിന്നെ ട്രീ ഉണ്ടാക്കൽ ഞങ്ങളുടെ ഒരു വിനോദമായിരുന്നു. അപ്പം ക്രിസ്മസ് ട്രീക്ക് ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പം ആ ഷേപ്പുള്ള ട്രീ ഒന്നുമില്ല. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടെ അവിടെ അമ്മ നന്നായി നട്ട് വളർത്തിയിരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടി ഉണ്ടായിരുന്നു. അപ്പം ഇതിന് ഇങ്ങനെ നിൽക്കുന്നത്, അമ്മ അത് ഭംഗിയിലൊക്കെ വെട്ടി, അപ്പം ഇത് ഇങ്ങനെ അല്ലല്ലോ ക്രിസ്മസ് ട്രീ, ഇങ്ങനെ വേണമല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ കത്രിയെടുത്ത് ഞാനും ബ്രദറും കൂടെ വെട്ടി അപ്പൊ ഇവിടുന്ന് വെട്ടുമ്പോൾ ഇവിടെ ശരിയാവില്ല, അപ്പൊ ഇവിടുന്ന് വെട്ടും. അങ്ങനെ ആ ട്രീയെ ഒരു മര്യാദക്ക് നല്ല ഭംഗിയിൽ നിന്നിരുന്ന ട്രീയെ ഞങ്ങൾ ഒരു ഷേപ്പ്ലെസ് ആക്കി മാറ്റി. അപ്പൊ അമ്മ കാണുന്നില്ല ഇതൊന്നും ട്രീ ആയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ മൈഫിൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ആശംസ. ഓക്കെ, മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. മൈഫിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്.